ഹലോ, ഇന്ന് നമ്മൾ അടിപൊളി ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. പാലും ബൂസ്റ്റും വെച്ചിട്ടുള്ള ഒരു പുഡിംഗാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിന് നമ്മൾ 1/2 ലിറ്റർ പാലെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ 2 പാക്കറ്റ് ആ പാലിലേക്ക് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ആ പൊടി ആ പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുക. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി നമ്മൾ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കൂടെ ഒരു കഷ്ണം അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് ചെറുതീയിൽ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ബട്ടറൊക്കെ ഇതിൽ കിടന്ന്, അതുപോലെ ബൂസ്റ്റിൻ്റെ തരികളും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അലിയണം. തിളച്ച് വരണ്ട, ചൂടായാൽ മതി. അപ്പോൾ ചെറുതീയിൽ കൊടുക്കുക കേട്ടോ. അതേപോലെ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മളൊരു 10 ഗ്രാം ചൈന ഗ്രാസ്, ഇത് 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ആ പാക്കറ്റിലുള്ള ഫുള്ളും നമ്മൾ ആ പാത്രത്തിലേക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ചേർക്കണം. ഇനി അതിലേക്ക് 1/4 കപ്പ് അളവിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറുതീയിൽ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതാ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് പാലിൻ്റെ ആ മിക്സിലേക്ക് ഈ ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുക്കുക. ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെക്കരുത്, ചെറിയ തീ തന്നെ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ബൗളിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിതാ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുത്തത്. ബാക്കി വന്നത് ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് കപ്പിലേക്ക് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ എടുത്ത് നമ്മൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ട് അരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുക. ഞാൻ അരിപ്പ എടുത്ത് നോക്കിയപ്പം നന്നായിട്ട് വരുന്നില്ല. അവസാനം അരിപ്പയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ആ ബൂസ്റ്റിൻ്റെ പാക്കറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇതിൽ തൂവി കൊടുത്തു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. എൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചാണ് ഞാനത് കവർ ചെയ്തത്. അപ്പം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് 2 ബൗളും കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ബൂസ്റ്റൊക്കെ നമ്മൾ ലാസ്റ്റ് ഇട്ട ബൂസ്റ്റിൻ്റെ തരികളൊക്കെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ. ഞാൻ വേഗം തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഞാൻ പൊതുവേ പുഡിങ്ങൊന്നും അങ്ങനെ കഴിക്കാത്ത ആളാണ്, പക്ഷേ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ റിൻറ്റുവും അങ്ങനെ തന്നെ പുഡിങ്ങൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഇത് ബൂസ്റ്റും പാലും ഒക്കെ കൂടെ വന്നതുകൊണ്ട് അവൾക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇനി നമുക്കിത് റിച്ചുവിന് കൊണ്ടു കൊടുത്ത് നോക്കാം. എന്താ അവൻ്റെ അഭിപ്രായം അറിയാലോ. അപ്പോൾ പുഡിങ്ങൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും. കാരണം ബൂസ്റ്റ്, പാൽ ഇതൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായം പറയണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.